നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ പ്രത്യേക ജ്യോതിഷ വിശകലനം മേടം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ വരാനിരിക്കുന്ന 6 മാസ സമയം കൃത്യമായി മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ ഏറെ സഹായിക്കും. 2026 പകുതി സമയം ഇപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. വരും നാളുകളിൽ ഗ്രഹങ്ങളുടെ വലിയൊരു ചലനമാണ് ആകാശത്ത് സംഭവിക്കാൻ പോകുന്നത്. കർമ്മഫലദാതാവായ ശനി വക്രഗതിയിലേക്ക് മാറാൻ പോകുന്നു. ഇതിനോടൊപ്പം തന്നെ ദേവഗുരുവായ വ്യാഴവും വക്രഗതിയിലാവുകയാണ്. വ്യാഴം ഈ സമയത്ത് ഒരു പ്രധാന രാശിമാറ്റവും നടത്തുന്നുണ്ട്. നിലവിലുള്ള കർക്കിടക രാശിയിൽ നിന്നും വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഈ പ്രധാന ഗ്രഹമാറ്റങ്ങൾ 2026 ജൂലൈ മുതൽ 2026 ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. മേടം രാശിക്കാർക്ക് ഇപ്പോൾ 7ാം ശനിയുടെ ആദ്യഘട്ടമാണ് നടക്കുന്നത്. നിങ്ങളുടെ രാശിയുടെ 12ാം ഭാവത്തിലാണ് ശനിദേവൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഈ 12ാം ഭാവത്തിൽ വെച്ചാണ് ശനി വക്രഗതിയാകുന്നത്. 2026 ജൂലൈ 27 ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നത്. ഇത് ഡിസംബർ 11 വരെ തുടരും. ശനി വക്രഗതിയിലാകുമ്പോൾ നിങ്ങളുടെ മുൻകാല പ്രവർത്തികളുടെ ഫലം കൂടിയാണ് അനുഭവത്തിൽ വരിക. 2026 ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ 2ാം ഭാവത്തിലും സൂര്യൻ 3ാം ഭാവത്തിലുമാണുള്ളത്. 4ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, വ്യാഴം എന്നിവരും 5ൽ കേതുവും 11ൽ രാഹുവും നിലകൊള്ളുന്നു. ഓഗസ്റ്റ് 3 നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ 2ാം ഭാവത്തിൽ നിന്നും ധീരതയുടെ ഭാവമായ 3ാം ഭാവത്തിലേക്ക് മാറും. സെപ്റ്റംബർ 19 വരെ ചൊവ്വ ഇവിടെ തുടരും. ചൊവ്വയെ നേതൃപാടവത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 3 ശേഷം നിങ്ങൾ ഒട്ടും സമയം കളയാതെ കഠിനമായി പ്രയത്നിക്കാൻ തുടങ്ങും. ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങളുടെ 100% കഴിവും പുറത്തെടുക്കാൻ സാധിക്കും. ചൊവ്വ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സമയം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവർക്കും സോഷ്യൽ മീഡിയ രംഗത്ത് നിൽക്കുന്നവർക്കും സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തുന്നവർക്കും വലിയ നേട്ടങ്ങളും ജനശ്രദ്ധയും നൽകും. രാഹു നിങ്ങളുടെ 11ാം ഭാവത്തിൽ ഡിസംബർ 6 വരെ തുടരും. ഇത് നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭങ്ങൾ നൽകാൻ സഹായിക്കും. മുൻപ് എവിടെയെങ്കിലും നിക്ഷേപിച്ച പണം തിരികെ കിട്ടാനോ പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ സാധ്യതയുണ്ട്. ജൂലൈ 27 ശേഷം ശനി വക്രഗതിയിലാകുന്നതോടെ ജോലിയിൽ സ്ഥലമാറ്റമോ വലിയ മാറ്റങ്ങളോ പ്രതീക്ഷിക്കാം. ഒരു പുതിയ ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ 27 ഡിസംബറിനും ഇടയിലുള്ള സമയം വളരെ അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ മൾട്ടിനാഷണൽ കമ്പനികളിലുള്ളവർക്കോ വലിയ പുരോഗതിയും സ്ഥാനക്കയറ്റവും ഈ സമയം കൊണ്ടുവരും. ജൂലൈ മാസത്തിൽ നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തെയും സംസാരത്തെയും അത് ബാധിച്ചേക്കാം. ചൊവ്വ ഒരു അഗ്നിഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ പെട്ടെന്ന് ദേഷ്യവും കടുപ്പവും വരാൻ സാധ്യതയുണ്ട്. ക്ഷമ പലപ്പോഴും കുറഞ്ഞു പോയേക്കാം. കുടുംബത്തോട് നിങ്ങൾക്ക് ഏറെ സ്നേഹവും കരുതലും ഉണ്ടാകുമെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കാരണം കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. ജോലിസ്ഥലത്തും കരിയറിലും നിർബന്ധ ബുദ്ധിയോടെയുള്ള പെരുമാറ്റം ഒഴിവാക്കണം. മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള സ്വഭാവം വരാൻ സാധ്യതയുള്ളതിനാൽ സ്വയം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ഈ 6 മാസ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചില പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. സൂര്യൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്ന സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 16 വരെയുള്ള സമയത്തും അതിനുശേഷം നവംബർ 16 കഴിഞ്ഞുള്ള ദിവസങ്ങളിലും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണ രീതികളിൽ നല്ല ശ്രദ്ധ വേണം. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 2ാം ഭാവത്തിൽ പതിക്കുന്നുണ്ട്. 2ാം ഭാവം തൊണ്ടയെ സൂചിപ്പിക്കുന്നതിനാൽ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ അലർജി, തൊണ്ടവേദന, ഇൻഫെക്ഷൻ, കഫക്കെട്ട്, പനി എന്നിവ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. യാത്രാവേളകളിൽ കൃത്യമായ മുൻകരുതലുകൾ എടുക്കണം. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദോഷകരമായ അവസ്ഥയിലാണെങ്കിൽ മാത്രമേ ഈ ബുദ്ധിമുട്ടുകൾ കൂടുകയുള്ളൂ.
പഠനത്തിന്റെ ഭാവമായ 5-ാം ഭാവത്തിന്റെ അധിപൻ സൂര്യനാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ 2ാം പകുതി വളരെ മികച്ച ഫലങ്ങളാണ് തരുന്നത്. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയം പഠനത്തിന് നല്ലതാണ്. എന്നാൽ ഏറ്റവും സുവർണാവസരം വരുന്നത് ഓഗസ്റ്റ് 16-ന് ശേഷമാണ്. സൂര്യൻ തന്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് മാറുന്നതോടെ പഠനത്തിൽ വലിയ പുരോഗതിയുണ്ടാകും. ഗവൺമെന്റ് പരീക്ഷകൾക്കോ മറ്റുന്നത മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്ന മേടം രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ജൂലൈ 16 കഴിഞ്ഞും ഒക്ടോബർ 16-ന് മുൻപുള്ള സമയത്തും എടുക്കുന്ന പഠന സംബന്ധമായ തീരുമാനങ്ങളും പുതിയ കോച്ചിങ്ങുകളിൽ ചേരുന്നതുമെല്ലാം വലിയ വിജയങ്ങളിലെത്തിക്കും. മേടം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ വളരെ സന്തോഷകരമായിരിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും ഈ 6 മാസത്തിൽ കാണുന്നില്ല. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ പങ്കാളിയോടൊപ്പം ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യാനും ഒന്നിച്ച് സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനും സാധിക്കും. നവംബർ മാസത്തിൽ, പ്രത്യേകിച്ചും നവംബർ 20, 23 തീയതികൾക്ക് മുൻപായി പങ്കാളിയുമായി ചെറിയ കാര്യങ്ങളെ ചൊല്ലി തർക്കങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടായേക്കാം. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കിയാൽ ദാമ്പത്യം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാം. കുട്ടികൾക്കായി കാത്തിരിക്കുന്ന മേടം രാശിക്കാർക്ക് ഫാമിലി പ്ലാനിങ്ങിനായി അനുകൂലമായ സമയമാണ്. എങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലം കൂടി ഇതിൽ പ്രധാനമാണ്. നവംബർ 1-ന് വ്യാഴം 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഇതിനുള്ള സാധ്യതകൾ വർദ്ധിക്കും. നിങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നവംബർ 1 വരെ വ്യാഴം ഇവിടെ തുടരും. ഭാഗ്യാധിപൻ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വരുന്ന 6 മാസം നിങ്ങളുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. നവംബർ 1-ന് 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ 9-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും പതിക്കും. ഇത് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പക്വതയും സമൂഹത്തിൽ നല്ല പേരും പുതിയ മികച്ച അവസരങ്ങളും തരും. തൊഴിൽ മേഖലകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ശുഭവാർത്തകൾ തേടിയെത്തുന്ന ഒരു സമയമാണിത്. ഈ ഭാഗ്യകാലം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ സമയം വിവാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ പേരിന് ദോഷം ചെയ്യും. 2027 ജൂൺ വരെ ഈ കരുതലുകൾ ആവശ്യമാണ്. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് 7:30 ശനിയുടെ ദോഷങ്ങൾ മാറാനും മാനസിക സമാധാനത്തിനും വളരെ നല്ലതാണ്. ചൊവ്വാഴ്ചകളിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവുമോ ചൊവ്വാസ്തോത്രം 108 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും. 7:30 ശനികാലമായതുകൊണ്ട് ശനീശ്വര സ്തോത്രം 108 തവണ ജപിക്കുക. മേടം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. വരുന്ന ആളുകളിലെ കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.